അതെ അതെ അതെ, സ്കൂട്ടറിലും പുസ്തകങ്ങളാ. ഞാൻ കൂടെ ഇല്ലെങ്കിലും വണ്ടിക്കകത്തിരിക്കുന്ന പുസ്തകങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോൾ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് കുറച്ച് വീടുകൾ കൊടുക്കാനുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാനായിട്ടാ. അച്ചാച്ചനുണ്ടാ? എന്തായി? എൻ്റെ ഒരു പ്രധാനപ്പെട്ട വായനക്കാരനാണ്, മകനും വായനക്കാരനാണ്. ചിലപ്പോൾ വന്നെടുക്കും, ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. പുസ്തക വിതരണത്തിലേക്കുള്ള പോക്കാണ്. ഇത് നോവലുണ്ട്, ചെറുകഥയുണ്ട്, അങ്ങനെ പല 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 ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ്. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇതിൽ വെക്കും. പിന്നെ കൂടുതൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇതിൽ വെച്ച് എവിടെയെങ്കിലും പാർക്ക് ചെയ്തേക്കും. അപ്പോൾ ആവശ്യക്കാർ വന്നിട്ട് ഇത് ഇങ്ങനെ അവർക്ക് തുറന്നെടുക്കാൻ സൗകര്യത്തിന് ഓപ്പണാക്കി ലോക്ക് മാറ്റിയിടും. അപ്പോൾ അവർ തുറന്ന് അവർ വായിച്ച പുസ്തകങ്ങൾ ഇതിലിട്ടിട്ട് അവർക്കുള്ള അടുത്ത പുസ്തകം ഞാൻ ഇതിലിട്ടേക്കും. അവരത് എടുത്തിട്ട് പോയിക്കോളും. അപ്പം വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഏകദേശം എടുക്കലും വെക്കലും ഒക്കെ കഴിഞ്ഞിരിക്കും. ദീപ, ഇത് ദീപയുടെ അമ്മയും എൻ്റെ വായനക്കാരിയായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ 10,000-കണക്കിന് സ്വഭാവ സവിശേഷതകളുള്ള ഇത്രയും പുസ്തകങ്ങളുടെ അമ്മ കൂടിയാണ് ഞാനിന്ന്. ചെറുപ്പം മുതലേ ചെറുതായിട്ടൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ എല്ലാ മത്സരങ്ങൾക്കും ചേരുമായിരുന്നു. അപ്പോൾ മുൻപെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മാനമായിട്ട് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ തരുന്ന ഒരു കാലഘട്ടമുണ്ട്. പുസ്തകം, പേന, ചെറിയ പാത്രങ്ങളൊക്കെ തരുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലത്തൊക്കെ. അപ്പോൾ ഈ പുസ്തകങ്ങൾ സമ്മാനം കിട്ടാൻ വേണ്ടി അത്യാവശ്യം എല്ലാ മത്സരങ്ങൾക്കും ചേരും. അത് ഇത് ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്, ആ പുസ്തകം എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു 19 പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് തീർന്നത് കൊണ്ട് ഇനി അത് മറ്റൊരാൾ കൂടി അത് പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് ഓർത്താണ് ഞാനിവിടെ പരിസരത്തുള്ള കുറച്ച് പേരോട് പറഞ്ഞു, പുസ്തകമുണ്ട്, ഇഷ്ടമുള്ളവർ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് എടുക്കാൻ തുടങ്ങി. പിന്നെ കൂടുതൽ പേര് വരാൻ തുടങ്ങി. പിന്നെ ഇത് കുറച്ചും കൂടി വിപുലമായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരമ്മച്ചിക്ക് ലിഫ്റ്റ് കൊടുത്തതാണ്. അമ്പലത്തിൽ നിന്ന് പോകുന്ന അമ്മച്ചിക്ക് ഓട്ടോ കിട്ടാഞ്ഞിട്ട് ഞാനെന്നാൽ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി തരാമെന്നും പറഞ്ഞ് അങ്ങനെ അമ്മച്ചി ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ആ അമ്മച്ചി പറഞ്ഞതാണ്, ഹാർട്ടിനൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് എങ്ങും ജോലിയൊന്നും ചെയ്യത്തില്ല, വെറുതെ വീട്ടിലിരിക്കുക, അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളൂ, നടക്കാൻ വയ്യ കിതയ്ക്കുന്നത് കൊണ്ട്. അപ്പോൾ മനോരമയുടെ വീക്കിലി വരുന്നതാണ് ആകെ വായിക്കുന്നത്, അത് ഒരു ദിവസം കൊണ്ട് തീർക്കും, പിന്നെ ബാക്കി ദിവസങ്ങൾ മൊത്തം ബോറടിയാന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് എന്തുകൊണ്ട് പുസ്തകം കൊണ്ട് കൊടുത്തൂടെ? കാര്യം അവർ ലൈബ്രറി പോയി എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് കാണത്തില്ല. മക്കളൊക്കെ ആണെങ്കിലും ജോലിക്ക് പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലൈബ്രറി പോകാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണെങ്കിലും വായിക്കാനൊരു ഒരുപാട് ബുദ്ധിമുട്ടും വരുന്നില്ല, വായിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രായമുള്ളവർക്ക്, പിന്നെ ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ വീൽ ചെയറിലുള്ളവർ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേർക്ക് പിന്നെ കൊടുത്ത് തുടങ്ങി. ഇപ്പം ഒരുപാട് പേർക്ക് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രായമുള്ളവർ, സുഖമില്ലാത്തവർക്കാണ് ഇപ്പോൾ കൂടുതലും വീട്ടിലെത്തിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ അറിഞ്ഞ് ഇവിടെ തന്നെ വന്നങ്ങ് എടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾ എടുത്തോണ്ടൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ഇനി മനസ്സിലോർക്കും, ഇനി അഥവാ പോയാലും പുസ്തകമല്ലേ, അവരെന്തായാലും അത് ഇഷ്ടമുള്ളവരല്ലേ കൊണ്ടുപോകത്തുള്ളൂ, അല്ലാതെ പുസ്തകം ആരും അങ്ങനെ പെട്ടെന്ന് എടുക്കാറില്ല. അപ്പോൾ അവർ വായിച്ച പുസ്തകം ഇട്ടിട്ട് അടുത്ത പുസ്തകം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങൾ സ്കൂളിലേ നടക്കും, ലൈബ്രറി പ്രവർത്തനവും ഇങ്ങനെ അങ്ങ് നടന്നു പോയിക്കോളും. ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചല്ലല്ലോ വാങ്ങിക്കുന്നത്. ചിലർ ഇന്ന പുസ്തകം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ പുസ്തകം വാങ്ങിക്കും. അങ്ങനെ ഇച്ചിരി ആയിട്ടൊക്കെ വാങ്ങിച്ചാണ് എത്തിയത്. പിന്നെ ചിലർ ഒരു പുസ്തകം കൊണ്ടുപോയിട്ട് നമുക്ക് 3 പുസ്തകമായിട്ട് തിരിച്ചു തരുന്നവരുണ്ട്. കാര്യം ഇതൊരു സേവനം പോലെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേരിങ്ങനെ പ്രായമുള്ളവരും ക്യാൻസർ പേഷ്യൻസൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന പുസ്തകം കൂടി നമുക്ക് തന്നവരുണ്ട്. ഇനി മരിച്ചു പോയവർ പോലും നമ്മുടെ പേരിൽ പുസ്തകം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ കിട്ടിയ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഈ ലയൺസ് ക്ലബ്ബ്, ഇപ്പോൾ ആലപ്പുഴയിലെ ലയൺസ് ക്ലബ്ബ് ടൗണിലുള്ളത്, അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി
നമുക്ക് പുസ്തകങ്ങൾ തരുന്ന എല്ലാ വർഷവും അവരുടെ ഓരോ പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിക്കുകയും അവരുടെ തന്നെ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് തരികയൊക്കെ ലയൺസ് ക്ലബ്ബ് ഒരു ജയൻ സാറുണ്ട്, പുള്ളിയുടെ നേതൃത്വത്തിൽ നമുക്ക് അങ്ങനെ എല്ലാ വർഷവും അവർ എനിക്ക് തോന്നുന്നു ഈ ഞാൻ ലൈബ്രറി തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ലയൺസ് ക്ലബ്ബുകാർ. എളുപ്പത്തിനാണ് വെച്ചിരിക്കുന്നത്. അതും ഇങ്ങനെ തരം തിരിച്ച് ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അവർക്കറിയാം ഇന്ന സ്ഥലത്താണ് അവരുടെ പുസ്തകങ്ങൾ ഇരിക്കുന്നതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവരവിടെ തന്നെ വന്ന് എടുത്തോളും. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികൾ അവിടെ വന്ന് എടുത്തിട്ട് പോയിക്കോളും. പിന്നെ നോവൽ ആവശ്യമുള്ളവർ അവിടെ വന്നോളും. അങ്ങനെ ബാ ഇവരെല്ലാം ഇങ്ങോട്ട് ഇതെല്ലാം ഇവിടെ പരിസരത്തുള്ള കുട്ടികളാണ്. എടുത്തോ പുസ്തകങ്ങൾ എടുത്തു. പിന്നെ ഇവരുടെ വീട്ടുകാരും ഒക്കെ വായനക്കാരാണ്. അമ്മൂമ്മമാരും ഒക്കെ എൻ്റെ കൂടെ വായിക്കാനുണ്ട്. അച്ഛൻ സഹോദരനൊക്കെ ഇവരുടെയൊക്കെ വായനക്കാരാണ്. അപ്പോൾ അവരൊക്കെ പല പല സമയത്താണ് വരുന്നത്. ഓരോരുത്തരുടെ സമയം അനുസരിച്ച് വരും. അപ്പോൾ ഇവർ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് വരാറ്. ഇവരെല്ലാം ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ള കുട്ടികളാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അടുത്ത് ലൈബ്രറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്ര അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് സെറ്റാക്കി തന്നത് വളരെ വലിയൊരു പ്രയോജനമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് വായിക്കുന്നത്. അച്ഛൻ പണ്ട് തൊട്ടേ വായനാശീലം ഉള്ളതാണ്. അപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ബുക്ക് ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ലീന ചേച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ദിവസം എടുക്കത്തില്ല. അതുക്ക് മുമ്പ് എല്ലാം സെറ്റാക്കി കൊടുക്കും. പിള്ളേർക്ക് കൊച്ചിലെ തൊട്ട് ഇപ്പോൾ ഒരു വായനാശീലം. ഇവിടെ അടുത്തെങ്ങും ലൈബ്രറി ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അപ്പം കൊച്ചിലെ മുതൽ പിള്ളേർക്കൊരു വായനാശീലം ഇവിടുന്ന്. ഇപ്പം ഇല്ലാത്ത ബുക്കാണെങ്കിലും ലീനാൻറ്റി പറഞ്ഞ പോലെ എടുത്തു തരും. ഞങ്ങളങ്ങനെ വായിച്ച് മുന്നോട്ട് പോകും. അപ്പം ഇത് ലീമയുടെ ചേച്ചിയാണ് ഇത് ലിനറ്റ്. അപ്പോൾ ഇവരുടെ അമ്മൂമ്മ എൻ്റെ വായനക്കാരിയായിരുന്നു. വർഷങ്ങൾ വായനക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളിക്കാരിക്ക് കണ്ണിനൊക്കെ ഒരു ചെറിയ ഇത് കണ്ണ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വായിക്കാത്തത്. 10-17 വർഷമായിട്ട്. അത് അന്ന് തൊട്ടേ അമ്മൂമ്മ ഉള്ളതാ വായിക്കാനായിട്ടേ. അമ്മ വായിക്കാനായിട്ടുള്ളതായിരുന്നു. ഇപ്പോഴാണ് അമ്മയ്ക്ക് കണ്ണിന് സുഖമില്ലാതെ വീട്ടിൽ ആണ്. അപ്പോൾ പിള്ളേർ വായിക്കാനൊക്കെ വരും. പിന്നെ ഇത് അനുവിൻ്റെ അച്ഛനും സഹോദരനും ഇവിടുത്തെ പുസ്തകം എടുക്കാൻ സ്ഥിരം വരാറുണ്ട്. മാറിയും തിരിഞ്ഞും അവർ 2 പേരും വരും. ഇവർ 3 പേരും എടുക്കും. ഇതും അടുത്ത് തന്നെയുള്ള ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ കൂടെ വായനയും ഉണ്ട്. ഞങ്ങളിപ്പോൾ പഠിക്കാനൊക്കെ പോകുകയാണെങ്കിൽ എന്തെങ്കിലും റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് ബുക്സൊക്കെ എടുക്കാറുണ്ട്. ഇവര് റെഫറൻസ് പറയുമ്പോൾ അഥവാ ഇവിടെ ഇല്ലാത്തതാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്തു കൊടുത്തിരിക്കും. അതാണ് ഇവിടുത്തെ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാ നമ്മളൊരു സാധനം ഇല്ലെന്ന് പറഞ്ഞ് വിടാറില്ല. അവർ പറയുന്ന പുസ്തകം അടുത്ത ദിവസം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഇല്ലാത്തതാണെങ്കിൽ ഞാനത് വാങ്ങിക്കും. കാര്യം എന്നാലല്ലേ ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ലൈബ്രറി. അപ്പോൾ എനിക്കും പുസ്തകങ്ങൾ കൂടി വരികയും ചെയ്യും, ഇവർക്ക് ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ കിട്ടുകയും ചെയ്യും. ടോട്ടല് ഒരു 10-15 മേളിൽ ഇവിടെ തന്നെയുണ്ട്. പിന്നെ സ്കൂളിൽ എൻ്റെ NCC ഓഫീസിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരു ചെറിയ ലൈബ്രറി. NCC ഞാൻ നേവിയുടെ ANOയാ, 3 കേരള നേവൽ NCC യൂണിറ്റ് കൊല്ലം. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള നേവിയുടെ ANOയും കൂടി. അപ്പോൾ നേവിയിലെ NCC കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ANO. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ പുന്നപ്രയാണ് എൻ്റെ സ്കൂൾ, സെയിൻറ്റ് ജോസഫ് HS പുന്നപ്ര. അപ്പോൾ അവിടെ പരിസരത്തുള്ളവരുമൊക്കെ ആയിട്ട് കൊടുക്കാനും. പിന്നെ അതുമാത്രമല്ല എൻ്റെ NCC കുട്ടികൾ വായിക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 100 കുട്ടികൾ ലിറ്റിൽ ലൈബ്രറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 25-30 പുസ്തകങ്ങൾ വെച്ച് തുടങ്ങിക്കൊണ്ടൊരു എല്ലാ കുട്ടികളും 100ഓളം കുട്ടികൾ ലിറ്റിൽ ലൈബ്രറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് നേരം ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ളവർക്ക് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ അവിടെ വെച്ചേക്കും സ്ഥിരമായിട്ട്. അത് എന്നിട്ട് 1 മാസം 2 മാസമൊക്കെ ആകുമ്പോൾ ആ ഇരിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് അടുത്ത പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഈ കൂടുതൽ സമയം ഇരിക്കുന്ന ആൾക്കാരത് വായിക്കും. ചിലരത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ലൈബ്രറി പ്രവർത്തനം അങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ ഈ വിദേശത്തുള്ളവരൊക്കെ കൊണ്ടുപോകാറുണ്ട്. മലയാളി അസോസിയേഷനിലൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് അവരും 10-15 പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകും. പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അടുത്ത പുസ്തകങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ദൂര സ്ഥലങ്ങളിലുള്ളവരും എടുക്കുമ്പോഴത്തേക്കും 5-6 പുസ്തകങ്ങൾ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അത്രയും തന്നെ സത്യം പറഞ്ഞാൽ പുറത്ത് ആളുകളുടെ കയ്യിലുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇതിലേറ്റവും ഇഷ്ടം ടീച്ചർക്ക് ഏതാണ്? ഏത് ബുക്കാണ്? അത് ഏത് റൈറ്ററാണ്? എനിക്ക് റൈറ്റർ ഇപ്പോൾ ഈ പുതിയതായിട്ട് എഴുതുന്ന ഒത്തിരി എഴുത്തുകാരുണ്ട്, അവരുടെ ഇഷ്ടമാണ്. പിന്നെ അരുണിൻ്റെ ഒരു ഇഷാംബരം
എനിക്കിഷ്ടപ്പെട്ടൊരു പുസ്തകമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു പുസ്തകം കുപ്പിവളകൾ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അത് പക്ഷേ ഇപ്പോൾ ഈ ലൈബ്രറിയിൽ എവിടെയോ ആ പുസ്തകമുണ്ട്, പക്ഷേ ഞാൻ എത്ര തപ്പിയിട്ടും അതെൻ്റെ കയ്യിലോട്ട് ഒന്നും കൂടി ഒരു പുനർവായനയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല. കുപ്പിവളകൾ ഞാനപ്പം പുസ്തകശാലകളിലെല്ലാം അത് അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല. അതെ അതെ, സാറാ ജോസഫിൻ്റെ പിന്നെ അത് കിട്ടിയിട്ടില്ല. പിന്നെ അത് ഏതോ ഒരു പുസ്തകത്തിലൊരു കഥയായിട്ട് ചെറുതായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, കുപ്പിവളകൾ മാത്രമായിട്ടുള്ളൊരു പുസ്തകം മുൻപുണ്ടായിരുന്നു. അത് അന്വേഷിക്കുന്നുണ്ട്, പുസ്തകശാലക്കാരും കിട്ടിയാൽ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു കഥ, എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടും ഉള്ളിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ്. കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണത്. കണ്ണ് കാണാത്ത കൊച്ചിന് കൺമണി എന്ന് പേരിട്ടത് തന്നെ ആ എഴുത്തുകാരിയുടെ ഒരു എന്തത്രയും ചിന്തിച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പുതിയ പുസ്തകങ്ങൾ മാടൻ മോക്ഷം, പിന്നെ 100 സിംഹാസനങ്ങൾ, ഇതൊക്കെ തന്നെ വായിച്ചിട്ട് നമുക്ക് കുറേ ദിവസം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന പുസ്തകങ്ങളാണ് അതൊക്കെ. നോക്കി വരുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ ഇവർ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. അപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, പിന്നെ മകനും അറിയാം, ഇളയ മകനും ഏകദേശം അറിയാം. ഇവനും ഏകദേശം കുഴപ്പമില്ലാതെ കഥപുസ്തകങ്ങളിലൊക്കെ ഇപ്പം കയറിയിരിക്കുന്നത്. പിന്നെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പുള്ളി ഇപ്പം ഇന്ന വീട്ടിൽ കൊണ്ടുപോയി ഈ പുസ്തകം കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയും അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യും. സൈക്കിളിൽ പോയിക്കോളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു സഞ്ചിയിലിട്ട് കൊടുത്തു വിട്ടാൽ മതി. അപ്പം എല്ലായിടത്തും ചിലപ്പോൾ എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ സൈക്കിളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. അപ്പോൾ എല്ലാ വീടുകളും ഒക്കെ അറിയാം, ഇവനും ഒക്കെ അറിയാം. ഫാമിലി ഇവിടെ ഏറ്റവും കൂടുതൽ മമ്മിയാണ്, ഞാനില്ലെങ്കിൽ ഇവിടെ ഇത് നോക്കുന്നത്, ലൈബ്രറി നോക്കുന്നത്. മമ്മി ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാനില്ലെന്നുണ്ടെങ്കിലും വരുന്നവരെയൊക്കെ മമ്മിക്ക് അറിയാം. അപ്പോൾ മമ്മി നോക്കിക്കോളും. പിന്നെ മമ്മിക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ലാത്തവരാണെങ്കിൽ മമ്മി പേപ്പറും പേനയും കൊടുക്കും, പേരും അവരുടെ പേരും പിന്നെ എടുത്ത പുസ്തകങ്ങളുടെ പേരും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് അത് തരും. എന്നിട്ട് പറയും ഇന്നാൾ വന്ന് പിന്നെ പുസ്തകം കൊണ്ടുപോയെന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പകൽ സമയമൊക്കെ മമ്മി ഫ്രീ ആണല്ലോ, അപ്പം മമ്മി പുസ്തകങ്ങളെടുത്ത് മമ്മിയും വായിക്കും. ഇപ്പോൾ ഒരു വിശുദ്ധൻ്റെ പുസ്തകമാണ് ഇപ്പം വായിച്ചുകൊണ്ട് ആയിരിക്കുന്നുണ്ട്. മമ്മി അങ്ങനെ ഹാപ്പിയാ, മമ്മി അങ്ങനെ എടുത്ത് വായിക്കും. പിന്നെ മക്കളാണെങ്കിലും കൊടുക്കാനായിട്ടും ഹസ്ബൻഡാണെങ്കിലും അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൂരത്തോട്ട് പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കൊണ്ടുപോയി കൊടുത്തോളും. പിള്ളേർക്ക് അറിവ് വർദ്ധിച്ചു വരുത്തില്ലേ പുസ്തകം വായിക്കുമ്പോൾ, അതുകൊണ്ട് അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞാ ഇനി ഇതിലേതാ വേണ്ടതെന്ന് നോക്കിക്കേ. ഇതിവിടെ ഉണ്ടായിരുന്നു, വായിച്ചായിരുന്നോ? ഇതിവിടെ ഇല്ല, ഇത് വായിക്കും. ഇതങ്ങനെ ഇത് വായിച്ചിട്ടില്ല. ഏത് നല്ല പുതിയ പുസ്തകമാണ്, അത് നല്ല അത്യാവശ്യം വായനക്കാരുള്ള പുസ്തകമാണ്. ഇത് വായിച്ചായിരുന്നോ? സത്യം വായിച്ചിട്ടില്ല. അപ്പു എവിടെ? അപ്പു മകനും വായനക്കാരനാ. മകനും ഇടയ്ക്ക് അവനാണ് സ്ഥിരം പുസ്തകം എടുക്കാൻ വരുന്നത്. ഇടയ്ക്ക് വന്ന് അച്ഛനുള്ള പുസ്തകം കൂടി അപ്പു എടുക്കാറുള്ളൂ. വായിച്ചില്ല. ഖസാക്കിന്റെ ഇതിഹാസം, ഒ വിജയന്, പിന്നെ എമ്മൂന്നന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അങ്ങനെ കുറെ മൂന്നിന്റെ എല്ലാ പുസ്തകങ്ങളും എനിക്കിഷ്ടമാണ്. അതിരിക്കട്ടെ, അത് 4 വായിക്കും. എന്ത് പറയുന്നു?